കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലോട്ടും സസ്റ്റൈനബിലിറ്റിന്ന് പിന്നെ ഈ ഒരു ഫെയിലിയർ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണമൊക്കെ നമ്മൾ നോക്കി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ജേർണി ഇങ്ങനെ തനിയെ ഓരോ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പാറ്റേൺ കിട്ടും. നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ആദ്യമേ ഒരു റുട്ടീനൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുമ്പം അതുപോലെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല, ബിക്കോസ് നമ്മളത് യൂസ് ടു ആവണമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുമ്പം ഇപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു റുട്ടീൻ ഓൾറെഡി ഉണ്ടായിരിക്കും. ആ റുട്ടീനായി ഏറ്റവും എഫക്റ്റീവായി നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന റുട്ടീൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ റുട്ടീനായി പോവുക. അല്ലാതെ വേറൊരു വീഡിയോ കൊണ്ട് എൻ്റെ റുട്ടീനിൽ രാവിലെ ഇതുണ്ടാവണം, ഉച്ചയ്ക്ക് ഇതുണ്ടാവണം, വൈകുന്നേരം ഇതുണ്ടാവണം, അത് എല്ലാവർക്കും സെറ്റ് ആവുന്നൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തനിയെ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഒരു റുട്ടീൻ ഉണ്ടാവും. ആ റുട്ടീൻ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ റുട്ടീനിൽ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നിങ്ങൾക്ക് ഇൻസൈറ്റ് ആയി കിട്ടുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ എത്രയാണ്, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം വർക്ക് ചെയ്യാൻ പറ്റും, ഒരു ദിവസം എത്രത്തോളം ടാസ്കിൽ നിങ്ങൾ ഇൻവോൾവ് ആണ്, എന്ത് ടൈപ്പ് ടാസ്കിൽ നിങ്ങൾ ഇൻവോൾവ് ആണ് എന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ കൂടുതലും സെയിൽസിലായിരിക്കും ഇൻവോൾവ് ആവുന്നത്, നിങ്ങൾ മാർക്കറ്റിംഗിൽ അധികം ഇൻവോൾവ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻസിൽ ഇൻവോൾവ് ആയിരിക്കത്തില്ല. ഈ ഒരു ഇൻസൈറ്റിൽ നിന്ന് നിങ്ങൾ ബിസിനസ്സിൽ ഏത് ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് തനി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സെയിൽസിലാണോ, ഓപ്പറേഷൻസിലാണോ, മാർക്കറ്റിംഗിലാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഇൻസൈറ്റ് വെച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾക്ക് എത്രത്തോളം ടൈം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും, എത്ര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, എത്ര ടാസ്ക് ചെയ്യാൻ പറ്റും എന്ന എല്ലാ ലേണിംഗ്സും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടാവും. ഈ ലേണിംഗ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ടീമിനൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പം ആ ടീം ആക്ച്വലി പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ആളുടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കൊരു ബേസിക് കമ്പാരിസന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങളുടെ തന്നെ ജേർണി നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ഈ റുട്ടീൻ സെറ്റപ്പ് ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവത്തില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടും. അതാണ് നിങ്ങളുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ഓൾസോ നിങ്ങളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു കാര്യം, നാളെ എന്ത് ചെയ്യും എന്നുള്ളത് പ്ലാൻ ചെയ്യാതെ ഈ ഒരു മന്തിൽ എനിക്കിതാണ് അച്ചീവ് ചെയ്യാനുള്ളത്, നെക്സ്റ്റ് 3 months എനിക്കിത് അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ബിഗ്ഗർ പിക്ചർ വെക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് നമ്മൾ ആ ഒരു ബിഗ്ഗർ പിക്ചറിൽ എത്തുന്ന സ്റ്റെപ്സ് നമ്മൾ ഓരോ ദിവസവും എടുത്ത് പോകും. അല്ലാതെ സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് എല്ലാവർക്കും ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. റുട്ടീൻ ആദ്യമേ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റുട്ടീൻ ഓൺ ദ ഗോ ഫിഗർ ഔട്ട് ചെയ്യും. ഓൾസോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ലെവൽ, ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും ചെയ്ത ടാസ്കിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് എവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്, സോ ദാറ്റ് യു ഹാവ് എ പ്ലാൻ. അല്ലാതെ വേറൊരാളുടെ പ്ലാൻ നമ്മൾ കോപ്പി ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആവണമെന്നില്ല. സോ ഐ എം ജെയ്സൺ ക്രിസ്റ്റഫർ. I am a digital marketing consultant and a psychologist. Stay tuned for the next video.